നമസ്കാരം. ബോംബെ ഹൈക്കോടതിയുടെ പല ഉത്തരവുകളും വിവാദമാകുന്നുണ്ട്. എങ്കിലും ചില ഉത്തരവുകളോട് എനിക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ബോംബെ ഹൈക്കോടതിയുടെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജി ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ ഉത്തരവുകൾ ഇറക്കുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ബോംബെ ഹൈക്കോടതിയുടെ ഗംഭീര ഉത്തരവാണ് പുറത്തേക്ക് വന്നത്. അതായത് സ്വന്തം രാജ്യത്തോട് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സ്നേഹവും ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം നടന്നത്? ഗാസ വിഷയത്തിൽ CPMന് ഒന്ന് പ്രതിഷേധിക്കണം. അതിന് CPM നേരെ മുംബൈ പോലീസിന് ഒരു അനുമതി ചോദിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. അപ്പോൾ മുംബൈ പോലീസ് പറഞ്ഞു, പറ്റത്തില്ല സഖാക്കളെ, ഗാസയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനോ ഒന്നും പറ്റത്തില്ല. അതോടുകൂടി എങ്കിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് CPMലെ സഖാക്കൾ പറഞ്ഞു. അങ്ങനെ ഈ സഖാക്കന്മാർ എല്ലാവരും കൂടെ നേരെ ബോംബെ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി ഫയൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ജഡ്ജിമാനെ, മുംബൈ പോലീസ് നമ്മുടെ ഒരു അനുമതി കൊടുത്തു. അതായത് ഒരു അനുമതി ചോദിച്ചുകൊണ്ട് നമ്മളൊരു കത്ത് കൊടുത്തു. ആ കത്ത് മുംബൈ പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തള്ളിയിരിക്കുകയാണ്. എന്തിനാണ് ആ കത്ത് തള്ളിയത്? ഒരു ഗാസയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ഇപ്പോൾ ആക്രമണം നടക്കുകയാണല്ലോ. അപ്പോൾ ഗാസ പലസ്തീനുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ റാലി നമുക്കൊന്ന് നടത്തണം, അതിനുകൊണ്ട് ഒരു അനുവാദം ചോദിച്ചു. പക്ഷെ അത് തള്ളി. കോടതി നമുക്ക് അതിനുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്താനുള്ള ഒരു അനുമതി കോടതി തരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതിയുടെ വായിൽ നിന്നും കണക്കിന് കിട്ടുമെന്ന് ഒരിക്കലും പാർട്ടിയുടെ വക്കീൽ, CPM പാർട്ടിയുടെ വക്കീൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. നിർത്തി അങ്ങ് പൊരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ല എന്നും സ്വന്തം രാജ്യത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് CPMനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞത്, സ്വന്തം രാജ്യത്തെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടല്ലോ, ആദ്യം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തൂ, അതല്ലേ ആദ്യം വേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. എന്നാൽ കോടതിയുടെ പരാമർശം ഭരണഘടനാ ലംഘന വിരുദ്ധമാണെന്നാണ് CPMന്റെ ആരോപണം. ഹർജി തള്ളിക്കൊണ്ട് CPMന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാൻ ഗ്രൗണ്ടിൽ റാലി നടത്താൻ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ കഴിഞ്ഞ മാസം പോലീസ് അനുമതി തള്ളിയതിനെ തുടർന്നാണ് പാർട്ടി കോടതിയെ സമീപിച്ചത്. ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആ ഒരു ഉപദേശമാണ് ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഗെ, ഗൗതം അൻഖാദ് എന്നിവർ അടങ്ങിയ ബെഞ്ച് നൽകിയത്. അങ്ങനെ നൽകിക്കൊണ്ടാണ് CPMന്റെ ഹർജി തള്ളിയത്. എന്തിനാണ് അങ്ങോട്ടൊക്കെ കിലോമീറ്ററോളമുള്ള ഗാസയിലേക്ക് പോയി ചെന്ന് അവിടുത്തെ പ്രശ്നത്തിന് ഇവിടെ കിടന്ന് പ്രതിഷേധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ രാജ്യത്ത് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളില്ലേ? അപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണപക്ഷവുമായി ഒന്ന് കൈകോർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികസനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് കോടതി CPMനോട് പറഞ്ഞത്. ആദ്യം സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് ദേശസ്നേഹം കാണിക്കണമെന്ന് കോടതി പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ ഒന്നും നമുക്ക് വേണ്ട. പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നിങ്ങളെല്ലാം ഒരു ദൃഷ്ടിയുള്ളവരാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഗാസയെയും പലസ്തീനെയും നോക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിനായി ഒന്ന് ചെയ്തുകൂടാ? ദേശസ്നേഹികളാകൂ. ഗാസയ്ക്കും പലസ്തീനും വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ല, നമ്മുടെ സ്വന്തം രാജ്യത്തെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കുക. ജസ്റ്റിസ് ഗൂഗെ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഗാസയിലെ വംശഹത്യക്കെതിരെ പാർട്ടി എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടെന്ന് ബെഞ്ച് ചോദിച്ചു. ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. നമ്മുടെ സ്വന്തം രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലേ? നമ്മുടെ രാജ്യത്തിന് പ്രയോജനമുണ്ടാകുന്ന എന്തെങ്കിലും ചെയ്യാതെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അവർ പോരാടുമ്പോൾ നിങ്ങൾ പലസ്തീനെയും അതോടൊപ്പം തന്നെ ഗാസയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു. വെള്ളപ്പൊക്കം, അതോടൊപ്പം തന്നെ ഓടകൾ അടഞ്ഞുപോകുന്നത്, നിയമവിരുദ്ധമായ പാർക്കിംഗ്, അതോടൊപ്പം തന്നെ സാമൂഹിക പ്രാദേശിക പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റെടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരം വിഷയങ്ങളിൽ പ്രതിഷേധിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ജസ്റ്റിസ് ഗൂഗെ ചോദിക്കുന്നുണ്ട്. അതായത് CPMന്റെ വക്കീലിനോടാണ് പല ചോദ്യശരങ്ങളും കോടതി ചോദിക്കുമ്പോഴും ഒരുമാതിരി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന രീതിയിലാണ് പുള്ളിക്കാരന്റെ മറുപടി. അതായത് നമുക്ക് ഗാസയ്ക്കെതിരെ പ്രതിഷേധം നടത്തിയേ പറ്റൂ, അതിനുള്ള അനുമതി തരണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്നാലും കണക്കിനിട്ട് കോടതി കൊടുത്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്
തത്വമൈ ന്യൂസ്.